അപ്പോൾ നമ്മൾ മെഴുകുതിരി ഇതേപോലെ ഫ്രീസറിനകത്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ കത്തിച്ച് വെക്കുന്നതിനേക്കാളും കുറച്ച് നേരം അധികം നമുക്ക് കത്തിച്ച് വെക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കാം ഉണ്ടോ. അപ്പോൾ ഇനി നമുക്ക് കത്തിച്ച് വെക്കുകയാണെങ്കിൽ തോനെ നേരം കത്തിച്ച് വയ്ക്കും. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ കത്രിയൊക്കെ ഇതേപോലെ ബെൻഡായിട്ട് ഇരിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് തുരുമ്പിച്ച കത്രിയൊക്കെ എടുക്കുന്നതിന് ഇതേപോലെ പാടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഇതേപോലെ മെഴുകുതിരി ഇതേപോലെ ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി, അതിൻ്റെ ആ പിടിയിലോ ആ ഭാഗത്തല്ല. അപ്പോൾ നമുക്ക് കത്രിയ നല്ല രീതിയിൽ നമുക്ക് തുണിയൊക്കെ കട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. താക്കോലൊക്കെ കയറുന്നതിനും അതേപോലെ പൂട്ടുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതേപോലെ മെഴുകുതിരി ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പൂട്ടുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഡോറ് പൂട്ടുന്നതിനും അതേപോലെ തന്നെ നമ്മുടെ പൂട്ടുണ്ടല്ലോ, താക്കോലും പൂട്ട് അതിനകത്തോട്ട് ഇടുന്നതിനൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ. ഉണ്ടോ. അതേപോലെ തന്നെ നമ്മൾ പൂട്ടിൻ്റെ ആ ഭാഗത്തും കൂടെ കുറച്ചും തേച്ച് കൊടുക്കുക കണ്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പൂട്ട് തുറക്കുന്നതിനും അടക്കുന്നതിനും ഒന്നും പ്രയാസമില്ലാതെ നമുക്ക് ഈസി ആയിട്ട് തുറക്കടയ്ക്കുകയും ചെയ്യാം. അപ്പോൾ വാസലിൻ ഉണ്ടെങ്കിൽ ഇതേപോലെ തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വാസലിനേക്കാളും നല്ലത് മെഴുകുതിരിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതേപോലെ നമ്മുടെ ജനൽ കണ്ടോ, ജനൽ അടയ്ക്കുന്നതിന് കൊളുത്തിടുന്നതിനൊക്കെ പാടാണെങ്കിൽ നമ്മളിത് ഇതേപോലെ വലിച്ചടയ്ക്കുമ്പോൾ ഭയങ്കരമായ ശബ്ദം കേൾക്കുമല്ലേ. അപ്പോൾ അതേപോലെ വരുമ്പോൾ മെഴുകുതിരി കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ആ ജനലിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് മേള് മുതൽ താഴെ വരെ തേച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ജനൽ അടയ്ക്കാനായിട്ട് പറ്റും. മറ്റേത് കൊളുത്തിടാനൊക്കെ ഇല്ല. അപ്പോൾ മിക്ക ദിവസവും അത് തുറന്ന് കിടക്കും. കാരണം നമുക്ക് അടയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അത് കാരണം നമ്മൾ വലിച്ചടയ്ക്കുമ്പോൾ ഗ്ലാസ് പൊട്ടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ മെഴുകുതിരി മേളിൽ മുതൽ താഴെ വരെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അടയ്ക്കുകയാണെങ്കിൽ ആദ്യം കുറച്ച് ടൈറ്റായിട്ട് തോന്നും. അങ്ങനെ 2-3 വട്ടം നമ്മൾ ഇതേപോലെ നാക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കൊളുത്തിടാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ അടച്ച് തുറന്ന് നോക്കുക. അതിനുശേഷം കൊളുത്തൊക്കെ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ മുകളിലത്തെ റൂമിലൊക്കെ നമ്മൾ ഇതേപോലെ വല്ലപ്പോഴും ഒന്ന് തുറക്കിടയ്ക്കൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് ഇതേപോലെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. നമ്മളെപ്പോഴും തുറക്കാത്ത കതകും ജനലും ഒക്കെ. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് മെഴുകുതിരി തേച്ചിട്ട് അടച്ചു കൊടുക്കുക. അതേപോലെ നല്ലതാണ് ഡോർ ഇതേപോലെ തന്നെ മഴ സമയത്ത് നമുക്ക് ഒട്ടും അടയത്തില്ല, അത് ടൈറ്റായിട്ടിരിക്കും കണ്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യും, അത് മൊത്തം ചീകിക്കളയും. ആളെ വിളിച്ചിട്ട് നമ്മൾ ചീക്കളയും. അപ്പോൾ ഉണക്ക് സമയമാകുമ്പോഴത്തേന് അത്രയും വിടവ് വീഴാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ നല്ല രീതിയിൽ വിടവ് വീഴുകയാണെങ്കിൽ അതിനകത്ത് ഇടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കയറി വരിക മാത്രമല്ല നമ്മുടെ ഡോറ് ചീത്തയാകുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഇതേപോലെ ഒരു മെഴുകുതിരി മേള് മുതൽ താഴെ വരെ തേച്ച് കൊടുക്കുക. അതേപോലെ താഴെ മുതൽ വീണ്ടും മുകളിലോട്ട് 2 ട്രിപ്പ് ഇങ്ങനെ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അടയ്ക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഡോർ അടയ്ക്കാനായിട്ട് പറ്റും. ഒരിക്കലും നമുക്ക് ഇതേപോലെ ചെയ്യാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഞാനിതേപോലെ മഴ സമയത്ത് ചെത്തിയ കതക് ഞാൻ കാണിച്ചു തരാം. പിന്നീട് അത് ബുദ്ധിമുട്ടായി കാണാം. നമുക്ക് ഉണക്ക് സമയമാകുമ്പോഴത്തേന് അത് അടയുമ്പോഴത്തേന് നല്ല രീതിയിൽ വിടവ് വീഴും, കൊളുത്ത് വീഴാനൊക്കെ പാടായിരിക്കും കേട്ടോ. അപ്പം അതേപോലെ ചെയ്യരുത്. ഇതേപോലെ കണ്ടോ മെഴുകുതിരി തേച്ചപ്പോൾ തന്നെ കൊളുത്ത് എല്ലാം ഈസി ആയിട്ട് നമുക്ക് അടയ്ക്കാനും തുറക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ അത് ഇതേപോലെ നമുക്ക് മെഴുകുതിരി വെച്ച് ഇതേപോലെ ആക്കി കൊടുക്കാം. ഇനി ഞാൻ ഇതേപോലെ മഴ സമയത്ത് മുമ്പ് ചെത്തിയ കതക് കാണിച്ചു തരാം. അത് ഇതേപോലെ അടയാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതേപോലെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷേ അത് പിന്നീട് അത് ബുദ്ധിമുട്ടായി മാറി. അപ്പോൾ അതും ഇതേപോലെ ഞാൻ മെഴുകുതിരി തേച്ചതിന് ശേഷം നല്ല രീതിയിൽ നമുക്ക് അടയ്ക്കാനായിട്ട് പറ്റും കണ്ടോ. അതേപോലെ ചെത്തിക്കളഞ്ഞ ഭാഗമാണ് അത്രയും കണ്ടോ. അപ്പോൾ നമുക്ക് മെഴുകുതിരി തേച്ചിട്ട് ഇതേപോലെ നല്ലോണം ഒന്ന് അടഞ്ഞു കിട്ടും. വാസലിൻ തേക്കുന്നതിനേക്കാളും നല്ല എളുപ്പമാണ് മെഴുകുതിരി കേട്ടോ. അപ്പോൾ മെഴുകുതിരിയാണ് എനിക്ക് കൂടുതൽ പ്രയോജനം ചെയ്തത്. അപ്പോൾ മെഴുകുതിരി വെച്ചുള്ള ടിപ്സുകളാണ് ഞാൻ ഇന്ന് കാണിച്ചത് മുഴുക്കെ.